മറ്റൊരു വാർത്തയിലേക്ക്. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ആവിഷ്കരിച്ചത് LDF സർക്കാർ എന്ന എക്സൈസ് മന്ത്രി M. ലിജു ബജറ്റിൽ നികുതി ഘടന നിശ്ചയിക്കുകയാണ് ചെയ്തതെന്നും M. ലിജു 24-നോട് പറഞ്ഞു. കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കണമോ വേണ്ടയോ എന്നത് UDF നയം പുറത്തുവരുമ്പോൾ മനസ്സിലാകുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലപ്പോൾ വീര്യം കുറഞ്ഞ രണ്ട് മദ്യങ്ങളും 0.5 to 20%, 20% 30% ആയിട്ടുള്ള മദ്യവിൽപ്പനയ്ക്കുള്ള അനുമതി LDF സർക്കാരാണ് കൊടുത്തത്. ഇന്നത്തെ UDF സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അത് എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടുള്ളതല്ല. ഞാൻ എക്സൈസ് മന്ത്രി എന്ന തരത്തിൽ അത് പറയാൻ ആഗ്രഹിക്കുന്നു. അതൊരു ധനകാര്യ തീരുമാനമാണ്. അതായത് കേരളത്തിലെ LDF സർക്കാർ ഇവിടെ കൊണ്ടുവന്ന മദ്യത്തിന് നികുതി ഘടന നിശ്ചയിക്കുകയാണ് പുതിയ ബജറ്റിൽ വന്നിരിക്കുന്നത്. അത് ഒരു ധനകാര്യ തീരുമാനമാണ്. ഇവിടെ വിൽപ്പന നടത്തണോ എന്നുള്ളത് ഒരു നയപരമായ തീരുമാനമാണ്. തീർച്ചയായിട്ടും UDFൻ്റെ മദ്യനയം വന്നിട്ടില്ല. കേരളത്തിൽ UDF പ്രഖ്യാപിച്ച മദ്യനയം എന്നത് LDF മദ്യനയത്തിന് മാറ്റമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിന് അനുയോജ്യമായ തരത്തിലൊരു മദ്യനയം രൂപപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നികുതി ഘടനയുടെ പ്രഖ്യാപനമായിട്ടാണ് ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. വിൽപ്പന നടത്തണമെന്നുള്ള നയപരമായ തീരുമാനം തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിനുൾപ്പെടെ ഉണ്ടാവും. തീരുമാനം പിന്നീടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. സൂര്യ ഗായത്രി ചേരുകയാണ്. സൂര്യ, വിചിത്രമായൊരു ന്യായീകരണമാണ് മന്ത്രി നടത്തുന്നത്. നികുതി കുറച്ചു നൽകുന്നത് വിൽപ്പന നടത്താതിരിക്കാനാകില്ലല്ലോ. അസിത, മന്ത്രി പറയുന്നത് നികുതി ഘടന മാത്രമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. UDFന്റെ മദ്യനയം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് എക്സൈസ് വകുപ്പ് മന്ത്രി M. ലിജു നൽകുന്നത്. ബഡ്ജറ്റിൽ ഈ ഒരു വിഷയം വന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ LDFന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉയരുന്ന സാഹചര്യമുണ്ട്. ഇന്ന് തന്നെ ഇപ്പോൾ മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒക്കെ അതിരൂക്ഷമായിട്ട് വിമർശിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ വിശദീകരണം നൽകുകയായിരുന്നു M. ലിജു എന്നുള്ളതാണ്. മദ്യനയം അതെല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് മാത്രമേ UDF പുറത്തിറക്കൂ എന്നുള്ളതാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ജനങ്ങളുടെ പൊതുജനാഭിപ്രായം ഉൾപ്പെടെ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ അത്തരത്തിലൊരു നയം പുറത്തിറക്കുകയുള്ളൂ. അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഇത്തരത്തിൽ മദ്യം ഒഴുക്കാനുള്ള തീരുമാനം അത് കൈക്കൊണ്ടത് UDF സർക്കാർ അല്ല, അത് LDF സർക്കാർ കൈക്കൊണ്ട തീരുമാനമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുവരെയും ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല. അത്തരത്തിലൊരു തീരുമാനം അത് വലിയ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇറക്കുകയുള്ളൂ എന്നുള്ളതാണ് എക്സൈസ് വിവരങ്ങൾ നൽകിയത്. നികുതി ഇളവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയരുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രതികരണം വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.